ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പൊന്നുവാതിരാസ് വേൾഡ്. അങ്ങനെ നമ്മളൊരു കിച്ചൺ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഉദ്ഘാടനം കഴിക്കുന്നത് ഒരു മട്ടൻ കറിയിൽ നിന്ന്. ഏതൊരാൾക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിത് നന്നാക്കിയിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇത്ര വലുപ്പമുള്ള ഒരു തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ പോവുകയാണ്. ഈ വലുപ്പത്തിലുള്ള ഒരു ഫുൾ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ മട്ടനാണ്, അപ്പോൾ അതിലേക്കുള്ള കണക്കാണ് എടുത്തിരിക്കുന്നത്. അതേ വലുപ്പത്തിൽ തന്നെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലോണം കറിവേപ്പില ഇടണം. കറിവേപ്പില കൂടുതൽ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുമ്പോൾ ഈ പച്ചമണമൊക്കെ മാറി അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എത്ര മുളക് പൊടിയാണോ അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, അതായത് 2 സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കണക്കിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് സിമ്മിലിട്ട് വേണം കേട്ടോ ഇളക്കാൻ. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ തന്നെ ടേസ്റ്റാണ്. നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കുമ്പോഴേക്കും നമുക്കൊരു ഫ്രൈഡ് ആയിട്ട് കിട്ടുന്ന ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മട്ടന് നമുക്ക് കുറച്ച് വേവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഈ മസാലയെല്ലാം അതിൻ്റെ മുകളിലൊന്ന് തിരുമ്മി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ രീതി തന്നെ ചെയ്യണം കേട്ടോ, ഇതിന് വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കിതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് സിമ്മിലിട്ട് സവോള അരിയാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് 1/4 ഭാഗത്തോളം ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ സവോള ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അരിഞ്ഞെടുത്തതിന് ശേഷം അപ്പോൾ സവോള അരിയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ സവോള അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ പോസ് ചെയ്താണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയം സവോള അരിയുന്നതിന് എത്ര സമയം വേണമോ അത്രയും സമയം ഈ കുക്കറിൽ കിടന്നതൊന്ന് വേവും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ നേരത്തെ അരിഞ്ഞു വയ്ക്കാച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതൊന്ന് ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആയി കഴിയണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മട്ടനോ ബീഫോ ആണെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം അതിനധികം വേവില്ല ബ്രോയിലർ ചിക്കനൊക്കെ. ഇപ്പോൾ ലെഗോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഗരം മസാലയും. ഇതിന് നമുക്ക് വേറെ ചിക്കൻ മസാല അങ്ങനത്തെ ഒന്നും വേണ്ട. പിന്നെ ഈ മസാല ഇളക്കി കൊടുക്കുകയും വേണ്ട. ഇത് മുകളിൽ ചുമ്മാ വെതറിയിട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ ഗരം മസാലയൊക്കെ പൊടിച്ചു വെക്കാറാണ്. ഓക്കെ, അപ്പം ഞാനിത് 1 വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് വീണ്ടും 2 വിസിൽ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഇന്നത്തെ എൻ്റെ മട്ടൻ്റെ വേവ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചെപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചെപ്പ് എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് മല്ലിച്ചെപ്പ് കൂടുതൽ ഇടുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ കുക്കർ തുറക്കുമ്പോഴത്തേക്കും ഇതിൽ കണ്ടോ കുറച്ച് വെള്ളം കാണും. അത് ഞാൻ മനഃപൂർവ്വം വെക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. കാരണം മട്ടനും ബീഫിനൊക്കെ വേവുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം വെച്ചത്. ചിക്കൻ ആകുമ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇത്ര വെള്ളം കാണില്ല കേട്ടോ, വെള്ളം വെക്കുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുറുക്കിയെടുക്കണം. അപ്പം ഇത് നല്ല തിക്കായിട്ടാണ് വരിക, അതിലൊട്ടും തന്നെ വെള്ളം കാണില്ല. ഇത് നമ്മുടെ നോർമൽ ചോറിൻ്റെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട എന്തോ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും എൻ്റെ സ്പെഷ്യലിന് തന്നെ പറയാം, എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി മട്ടൺ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ഈവനിങ് ഒക്കെ അല്ലേ, അപ്പോൾ ഞാനിതുകൊണ്ട് ഇവിടെ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ഒന്ന് സ്റ്റീം കയറ്റാൻ വേണ്ടി വെച്ചിരിക്കുക. നല്ല സ്റ്റീം ആയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ബ്രെഡിന്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബ്രെഡ് മട്ടൺ കറിയൊക്കെ റെഡിയാക്കി അടിപൊളിയായിട്ട് ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ദിസ് ഇസ് അദ്ര സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.